ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 11 മണി വരെ സ്പോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തൊട്ടേ മഴയാണ്. ഇടയ്ക്ക് ഉറയ്ക്കും, ഇടയ്ക്ക് തോന്നും, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 4 മണിക്കൂറാണ് ഇന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്ന് കോട്ടയം റൂട്ടിനകത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അത്യാവശ്യം ലൂപ്പ് ലൈനൊക്കെ ഉള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. പക്ഷേ വണ്ടികളുടെ സ്റ്റോപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്റ്റേഷൻ്റെ അകത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണേ. ലൂപ്പ് ലൈനൊക്കെ ഉണ്ട്, 4 ട്രാക്കുണ്ട്. അങ്ങോട്ട് എറണാകുളം പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എറണാകുളം ചെല്ലാൻ വേണ്ടി. പിന്നെ ആ ഒരു സൈഡിൽ വേണ്ട രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയാണ് ഒരു റൂഫുള്ളൂ. അവിടെ മാത്രമേ ഇരിക്കാനുള്ള സ്പേസ് ഉള്ളൂ. ഇരിക്കാൻ സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ കയറി വരുന്നതിൻ്റെ ഇവിടെ ഉണ്ട്. ഞാനിപ്പം FOBയുടെ താഴെ നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ ഇവിടെ വേറെ സ്ഥലമൊന്നുമില്ല. മഴയായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ FOB ഒക്കെ ഉണ്ട്. അങ്ങോട്ട് കോട്ടയം റൂട്ടാണ്. അവിടെ ഒരു വലിയ വളവൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന വ്യൂ വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പുറത്ത് 2. അപ്പോൾ ഇന്ന് സ്പോട്ട് എടുത്തേക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും മറ്റേ ഗുരുവായൂർ മധുര വണ്ടിയിൽ ഇവിടെ വരാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു 8:30 8:45 ആകുമ്പോൾ ഇവിടെ എത്തും രാവിലെ. അപ്പോൾ എനിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി 11 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ ട്രെയിനുകളൊന്നുമില്ല. എറണാകുളം ഭാഗത്തേക്ക് എന്തോ 2-3 വണ്ടികളെ കിട്ടത്തുള്ളൂ. കോട്ടയം ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി കിട്ടുമെന്ന് തോന്നുന്നു. വേറെ ട്രെയിനുകളൊന്നും ഇല്ല സ്പോട്ട്. ഈ റൂട്ട് അങ്ങനെയാണ്. ഈ റൂട്ട് നമുക്ക് വെളുപ്പിനെയും വൈകിട്ടൊക്കെ വന്നാലും ഒരുപാട് ട്രെയിനുകൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ വരത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്ലാൻ മാറ്റുന്നത്. രാവിലെ വരാമെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് 6:05 എറണാകുളത്തുനിന്ന് വിടുന്ന ഒരു മെമു ഉണ്ട്. അപ്പോൾ അതിൽ വരാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ആലുവയിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ആലുവയിൽ നിന്ന് ഞാൻ മറ്റേ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി കയറിയിട്ട് അവിടെ നിന്ന് എറണാകുളം വന്ന് പിന്നെ എറണാകുളത്ത് നിന്ന് മെമു കയറിയാണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ മെമു ഇവിടെ എത്തി. അല്ല നമുക്ക് ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂരുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ ട്രെയിനുകൾ 2 ഉള്ളൂ. ഒന്ന് പാലരുവിയും പിന്നെ ഒന്ന് ഗുരുവായൂർ മധുരയാണ്. ഓക്കെ, വേറെ ട്രെയിനുകളൊന്നും ഇവിടെ നിർത്തത്തില്ല. പിന്നെ ഉള്ള ട്രെയിനുകളെല്ലാം എറണാകുളം സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വഞ്ചനാടുണ്ട് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ എറണാകുളം കോട്ടയം പാസഞ്ചർ ഉണ്ട്. പിന്നെ കുറച്ച് കൊല്ലം മെമു ഒക്കെ ഉണ്ട്. ഇതിനൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പുകൾ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ ഒരു ടൈം ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രെയിനുകളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു രാവിലെ ആയതുകൊണ്ട്. എന്നാലും കുറേയൊക്കെ പോയിട്ടുണ്ട്. ഒരു ഹംസഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വഞ്ചനാടിന് വന്നായിരുന്നെങ്കിൽ എനിക്ക് ഹംസഫറൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ വഞ്ചനാടിക്ക് ആണെങ്കിൽ എനിക്ക് ആലുവയിൽ നിന്ന് എറണാകുളം വരാൻ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മൈസൂർ വണ്ടിയിലെല്ലാം കയറി കാണാമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഇനി വണ്ടികൾ വരാനാണ് എനിക്ക് തോന്നുന്നു. അടുത്ത തിരുവനന്തപുരം മെയിലാന്ന് തോന്നുന്നു ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി. അതിപ്പോൾ എറണാകുളം ടൗണിൽ നിർത്തിയിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തുറ അതിന് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വരത്തുള്ളൂ. പിന്നെ ഇപ്പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു മെമു ഉണ്ട്. അതിൻ്റെ പുറകെ പാലരുവിയും ഉണ്ടെന്ന് തോന്നുന്നു. അതിന് 2 ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്യുന്ന ചെന്നൈ തിരുവനന്തപുരം മെയിലായിരിക്കുമേ. തൃപ്പൂണിത്തുറയിൽ നിന്ന് മറ്റേ തിരുവനന്തപുരം മെയിൽ വിട്ട് അപ്പോൾ തന്നെ ഇവിടെ സിഗ്നൽ കൊടുത്തു. ഇപ്പോൾ വരും. അങ്ങനെ ചെന്നൈ തിരുവനന്തപുരം മെയിൽ സ്കിപ്പ് ചെയ്ത് ഇവിടെ സ്കിപ്പ് ചെയ്യുമ്പോൾ 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നേ. ഇനി അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. അടുത്ത കൊല്ലത്തുനിന്ന് എറണാകുളം വരെ ഡെയിലി സർവീസ് നടത്തുന്ന മെമു ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. അത് ഇപ്പോൾ എത്തും. വിളിച്ച് അനൗൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്.
മെമു എന്ന് പറഞ്ഞിട്ട് പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു അന്ന് കേട്ടോ. അതിപ്പം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഓടുന്നുണ്ട്, മെമുവിന് വരെ പാസഞ്ചേഴ്സ് ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല പാസഞ്ചർ ആയി, ഞാൻ മെമു ആണെന്ന് വിചാരിച്ചത്. കാരണം ഒന്നാമത് ഈ വണ്ടി നമ്മൾ വേറെ മൈ ട്രെയിനിൽ നോക്കുമ്പോൾ ഒരുപാട് സ്ലോ ആവുന്നുണ്ട്. സാധാരണ മെമു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുമല്ലോ, പക്ഷേ ഇതങ്ങനെ കാണിക്കുന്നില്ല. ഇത് ഏകദേശം ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു 4 മിനിറ്റോളം ഹാൾട്ട് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ടാണ് വണ്ടി ഇത്രയും ഡിലേ ആയിട്ട് കാണിച്ചതെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ അടുത്ത വണ്ടി വരുന്നുണ്ട്. തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് വരെ ഡെയിലി സർവീസ് വരുന്നത് പാലരുവിയാണ് കേട്ടോ. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പാലരുവിയും വന്നിട്ട് പോയി. അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് വ്യാഴാഴ്ച സർവീസ് നടത്താറില്ല, അപ്പോൾ ആ വണ്ടി വരാറുണ്ട് കേട്ടോ. ഇത് പാലരുവി ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ വന്ദേ ഭാരത് വരുന്നുണ്ട്. ഇത് പാലരുവി നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ഇത് എപ്പോഴും ഓവർടേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് വന്ദേ ഭാരതാണേ.
അങ്ങനെ വന്ദേ ഭാരത് വന്നിട്ട് പോയി. ഇവിടെ പിടിച്ചിട്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ പാലരുവി ഇപ്പം പോയതേ ഉള്ളൂ. പാലരുവി ഇവിടെ ലൂപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് ഹോൺ അടിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നിന്ന് വന്ദേ ഭാരതിന്റെ ഹോൺ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പിടിച്ചിട്ട് ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറ വെച്ചിട്ട് പാലരുവി ഇത് ഓവർടേക്ക് ചെയ്ത് പോകും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് കോട്ടയം പോകുന്ന പാസഞ്ചറാണ് കേട്ടോ. നമ്മുടെ ഈ കാരക്കലിന്റെ റേക്കുമായിട്ട് വരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പേ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ഇതിൽ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഐലൻഡ് എക്സ്പ്രസ് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി. അപ്പോൾ അതിന്റെ തൊട്ട് പുറകിലാണ്. അപ്പോൾ ഈ പാസഞ്ചർ ശരിക്കും തൃപ്പൂണിത്തുറ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിലവിൽ. പക്ഷേ ഈ ഐലൻഡ് എക്സ്പ്രസിന് തൃപ്പൂണിത്തുറ ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് ഓവർടേക്കിംഗ് മിക്കവാറും നടക്കത്തില്ല. ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ പാസഞ്ചറിനെ ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്നത് എറണാകുളത്ത് നിന്ന് കോട്ടയം പാസഞ്ചറാണ്. പിന്നെ ഞാൻ സ്റ്റോപ്പിൻ്റെ കാര്യം നേരത്തെ വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ കോട്ടയം നിലമ്പൂർ റോഡ് വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഓർത്തില്ല. അപ്പോൾ ആ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് നിലമ്പൂർ കോട്ടയം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാലരുവിയും പിന്നെ ഏതായിരുന്നു മധുര ഗുരുവായൂരും, ഈ 3 വണ്ടികൾ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം എറണാകുളം സൗത്തിൽ നിന്നേ ഉള്ളേ. ഓവർടേക്കിംഗ് ഉണ്ട് കേട്ടോ. ഐലൻഡ് എക്സ്പ്രസിന് പോകാൻ വേണ്ടി ഇവിടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. മറ്റേനെ അവിടെ പിടിച്ചിട്ടേക്കാണ്.
ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 35-40 മിനിറ്റോളം തിരക്കായിരുന്നു. ആദ്യം ഐലൻഡ് എക്സ്പ്രസ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് ഓവർടേക്കിംഗ് ഉണ്ടായിരുന്നു. അത് ഒരു 40 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു ഈ വണ്ടി ഓടിയത് കേട്ടോ. പിന്നെ അതിന് ശേഷം പാസഞ്ചർ ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് കൂടുതൽ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ ഐലൻഡ് എക്സ്പ്രസ് പിറവം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് ഇത് കഴിഞ്ഞ് തൊട്ടടുത്തത് കാഞ്ഞിരമറ്റം, അതും കഴിഞ്ഞിട്ടാണ് പിറവം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പിറവം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് ഇവിടെ പാസഞ്ചറിന് സിഗ്നൽ കൊടുത്തത്. പിന്നെ പാസഞ്ചർ ഇവിടെ കിടക്കുമ്പോൾ തന്നെ ഔട്ട്രി ഗുരുവായൂർ മധുരൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാസഞ്ചർ പോയ ശേഷം ഉടനെ തന്നെ ഗുരുവായൂർ മധുരൈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം 10-20 മിനിറ്റ് ഇവിടെ കിടന്നിട്ടുണ്ട്. കാരണം പാസഞ്ചർ പിന്നെ പിറവം എത്തിയതിനു ശേഷമാണ് ഇതിന് സിഗ്നൽ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 30-35 മിനിറ്റോളം ഇവിടെ ഈ 3 ട്രെയിന് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ബിസി ആയിരുന്നു. ഇനി നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ സ്പോട്ടിങ്ങിൽ സ്റ്റോപ്പുള്ള ട്രെയിനെല്ലാം സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി സ്റ്റോപ്പുള്ള ട്രെയിൻ എന്ന് പറയുന്നത് കൊല്ലത്തുനിന്ന് എറണാകുളം പോകുന്നൊരു മെമു ആണ്. അതിനകത്ത് ഞാൻ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് ട്രെയിനുകളുള്ളൂ. ഇനി കോട്ടയം ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു ഇനി കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി മാത്രമേ സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ തോന്നുന്നു. ഒരു AC വണ്ടി ഉണ്ട് തിരുവനന്തപുരം നോർത്ത് പോകുന്നത്. SMVT ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് പോകുന്ന ഒരു AC വണ്ടി ഉണ്ട്. അത് ലേറ്റാണ് 1 മണിക്കൂർ. അത് ചിലപ്പോഴേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും കണ്ണൂർ തിരുവനന്തപുരം കിട്ടുമായിരിക്കും ജനശതാബ്ദി. പിന്നെ അപ്പുറത്തുനിന്ന് ഇനി പരശുരാമ, വേനാട്, ശബരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത നമ്മൾ എന്തായാലും സ്പോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ പോകുന്ന വേനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. അതിനി പിറവത്ത് സ്റ്റോപ്പ് ഉണ്ട്. പിറവം എത്താറായിട്ടുണ്ട്. പിറവം കഴിഞ്ഞാൽ കുറച്ച് ദൂരം കണ്ടേ ഉള്ളൂ, കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ എത്തും കേട്ടോ. പിന്നെ ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ചോറ്റാനിക്കര എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷൻ ഉണ്ട്. നമ്മളന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോ. അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയാണ് ആ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കോട്ടയം ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. അത് 4 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ കാഞ്ഞിരമറ്റത്ത് ട്രെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഹോണടിയൊക്കെ കേൾക്കാൻ പറ്റും. നേരത്തെ വന്ദേ ഭാരതൊക്കെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. വന്ദേ ഭാരത് വന്ന് കുറേ നേരം കൊണ്ട് ഹോൺ അടിക്കുന്നു, പക്ഷേ വണ്ടി വരുന്നില്ല. വണ്ടി സ്ലോ ഒന്നും അല്ലായിരുന്നു, സ്പീഡിൽ തന്നെ ആയിരുന്നു വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി സ്ലോ ആക്കിയത്. അതിന് മുമ്പ് വന്ന ഏതായിരുന്നു പാലരുവി വന്നപ്പോഴും, അതുപോലെ തന്നെ മറ്റേ മെമു വന്നപ്പോഴും, മറ്റേ കൊല്ലം എറണാകുളം മെമു, ഇതൊക്കെ വന്നപ്പോഴും ഹോണടി നമുക്ക് നേരത്തെ കുറേ നേരം കൊണ്ട് കേൾക്കാൻ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ വളവൊക്കെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 4 കിലോമീറ്റർ മാറിയാണ് കാഞ്ഞിരമറ്റം ഇവിടുന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പുറത്തോട്ടാണെങ്കിൽ ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ് ആണ്. അങ്ങനെ തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ഇപ്പുറത്തൂടെ പോയത് മറ്റേ എറണാകുളത്ത് നിന്ന് കായംകുളം വരെ പോകുന്ന മെമു ആണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി വരുന്ന കാര്യം ശരിക്കും ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറ എത്താറായി. പിന്നെ ഞാൻ എൻ്റെ അങ്ങ് വിട്ടുപോയി. പിന്നെ ഈ വേനാട് വരുന്ന സമയത്താണ് വേനാടിൻ്റെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ക്യാമറ നോക്കി നിന്നപ്പോഴാണ് ഇവിടെ സിഗ്നൽ വീഴുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ വണ്ടി വരുന്ന കാര്യം. അത് ഞാൻ നേരത്തെ അതിനെപ്പറ്റി പറയാത്തത്. പിന്നെ വേനാട് ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റേ വണ്ടി ഈ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ വണ്ടിക്ക് മറ്റേ എറണാകുളം കായംകുളം മെമുവിന് കൊടുക്കുന്ന ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കണ്ട സെയിം ലോക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ നമ്മൾ കൊല്ലം എറണാകുളം മെമുവിന് ഒരു ലോക്ക് കണ്ടില്ലേ, അതേ ലോക്ക് തന്നെയായിരുന്നു ഈ എറണാകുളം കായംകുളം മെമുവിനും കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം അത് രണ്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പോഴൊന്നും വണ്ടിയില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ പരശുരാമ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ തിരുവനന്തപുരം ജനശതാബ്ദി വരുന്നുണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും.
തിരുവനന്തപുരം ജനശതാബ്ദി എറണാകുളം ടൗൺ ഇതുവരെ എത്തിയിട്ടില്ല. പരശുറാം കോട്ടയം എത്തിയിട്ടില്ല. അപ്പോൾ കുറേ ടൈം എടുക്കും ഇനി വണ്ടികൾ വരാൻ. അപ്പം ഏതാ വരുന്നത് നോക്കിയിട്ട് പറയാം. ഇത്ര നേരം ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു. ഇപ്പം നോക്കി ആരുമില്ല, കാലിയായി. ഞാൻ വന്നപ്പോഴും കാലിയായിരുന്നു. പിന്നെ സ്റ്റോപ്പുള്ള വണ്ടികൾ അടുപ്പിച്ച് 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. അപ്പോൾ 4 വണ്ടികൾ വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇറങ്ങാനാണ് കൂടുതൽ ആൾക്കാർ. കയറാനും ആൾക്കാരുണ്ട്, പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഇറങ്ങാനായിരുന്നു. പിന്നെ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നിടത്ത് കയറാനായിരുന്നു ആൾക്കാർ കൂടുതൽ, ഇറങ്ങാനുള്ള ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ ഒരു 3/4 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത നമുക്ക് സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി വരുന്നുണ്ട്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ജനശതാബ്ദിയാണ്. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. ഇവിടെ സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. പിന്നെ മഴയൊക്കെ അങ്ങ് പോയി കേട്ടോ. നമ്മുടെ ഗുരുവായൂർ മധുര വണ്ടി പോയതിനു ശേഷം പിന്നെ മഴയൊന്നും പെയ്തില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മന്ദാരം അടിച്ച് ഇങ്ങനെ കിടന്നതാണ്. ഇപ്പോൾ പിന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി സ്കിപ്പ് ചെയ്ത് പോയേ. ഇപ്പം വണ്ടി പോയിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ആയി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന പരശുറാം എക്സ്പ്രസ് ആണ്. അതിപ്പം പിറവത്ത് സ്റ്റോപ്പുണ്ട്. പിറവൊക്കെ കഴിഞ്ഞ് കാഞ്ഞിരമറ്റം എത്താറായി കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പരശുറാം എക്സ്പ്രസ്സും പോയി, SMBT ബാംഗ്ലൂർ തിരുവനന്തപുരം നോർത്ത് AC വണ്ടിയും പോയി കേട്ടോ. രണ്ടും ഒരുമിച്ച് വന്നത്. പക്ഷേ പരശുറാം ഒരുപാട് ഡിലേ ആയി. കാരണം സിഗ്നൽ വീണിട്ട് പെട്ടെന്ന് നല്ല വണ്ടി വന്നു, കുറേ ടൈം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ മറ്റേ AC വണ്ടിയുടെ കാര്യം പറയാത്തത്. AC വണ്ടി 1 മണിക്കൂർ ലേറ്റായിട്ട് തന്നെ ഓടിയത്. പക്ഷേ പരശുറാം സിഗ്നൽ വീണിട്ടും വരാൻ കുറേ വൈകി. അപ്പോഴത്തേക്ക് AC വണ്ടിക്കുള്ള സിഗ്നൽ ഇവിടെ വീണ് രണ്ടും ഒരുമിച്ച് ഇവിടെ വന്നത്. രണ്ടും ഒരുമിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പരശുറാമിന് ഇവിടെ സിഗ്നൽ വീഴുന്ന സമയത്ത് AC വണ്ടി എറണാകുളം D ക്യാബിനൊക്കെ ആയതേ ഉള്ളായിരുന്നു. ഒരുപാട് ടൈം എടുത്ത്. അപ്പോൾ ഇനിയിപ്പം പരശുറാം ഇത്ര ഡിലേ ആയതുകൊണ്ട് തൊട്ട് പുറമെ ശബരി എക്സ്പ്രസ് പിറവത്ത് പിടിച്ചിട്ടേക്കാം. അടുത്ത സ്പോട്ട് ചെയ്യുന്നത് അതായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് സെക്കൻഡരാബാദ് പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. പരശുറാം 20 മിനിറ്റ് ഡിലേ ആയിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ശബരി എക്സ്പ്രസ് ഓൺ ടൈം തന്നെയാണ് കേട്ടോ. പിന്നെ AC വണ്ടി 1 മണിക്കൂർ ഡിലേ ആയിരുന്നു.
ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയേ. ശബരി വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ എന്നാലും കുറച്ചും കൂടെ തോന്നിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പം പറയുന്ന കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളന്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാം.